കുഞ്ഞുമോളുടെ ആ കളിച്ചിരികളും പൊട്ടിച്ചിരികളും ഒരു നോക്ക് കണ്ടവരാരും മനസ്സിൽ നിന്ന് മായ്ക്കാത്തൊരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. അത് സഫ മുബാറക്കിന്റെയാണ്. ഈ 7 വയസ്സുകാരി പെൺകുട്ടിയുടെ മുഖം കണ്ടവർ ആർക്കും തന്നെ ഈ വാർത്ത കണ്ടില്ല എന്ന് നടിക്കാനോ അത് ഒരു നോക്ക് കാണാതിരിക്കാനോ സാധിക്കില്ല. കൊതിതീരം മുൻപേ വിട പറഞ്ഞു പോയ ആ മാലാഖ കുട്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് നൂറുകണക്കിന് പ്രവാസികളാണ്. ഷാർജയിലെ ഫോറൻസിക് ലബോറട്ടറി പരിസരം പ്രവാസ ലോകത്തെ വിങ്ങിപ്പൊട്ടലുകളും കണ്ണീരിലും സാക്ഷിയായത് ആദ്യമായിട്ടുള്ളൊരു കാഴ്ച പോലെ തോന്നി. അതൊരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് തന്നെ ഇത്രയും പേർ അവിടെ എത്തുകയും ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ആരും അത് വിചാരിച്ചിരുന്നു പോലുമില്ല എന്ന് പറയുന്നതാണ് സത്യം. ഈ മാസം 24-ന് ഷാർജ അൽ നബയിൽ 3-ാം നിലയിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ് കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി മുബാറക് അലിയുടെയും മുർഷിദയുടെയും ഏക മകൾ സഫ മുബാറക് മരിച്ച ദാരുണ സംഭവം പ്രവാസ ലോകത്തിന് ഉണങ്ങാത്ത മുറിവായി മാറിയിരിക്കുന്നു. സഫയ്ക്ക് 7 വയസ്സാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2-ന് ഷാർജ മുഗൈദർ ദദൈ അൽ റിഫ റോഡിലെ ഫോറൻസിക് ലബോറട്ടറിയിൽ നടന്ന ചടങ്ങിൽ കുഞ്ഞുമോളുടെ മുഖം കാണാൻ ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളും പ്രവാസികളുമടക്കം വൻ ജനാവലിയാണ് എത്തിയത്. അവസാന യാത്രയിൽ എല്ലാവരും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച കണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലും സങ്കടം വന്നുപോകും. അത്രയേറെ സങ്കടത്തിലാണ് അവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ എത്തിയത്. അവിടെയുള്ള മലയാളി കൂട്ടായ്മ എല്ലാം തന്നെ ഒരുമിച്ചെത്തി ഇപ്പോൾ മകൾക്ക് യാത്ര നൽകി. എല്ലാവരും വളരെയധികം സങ്കടത്തിൽ കാണപ്പെട്ടു. ആർക്കും ഒരു വാക്ക് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. എല്ലാവരും വളരെയധികം വേദനയോടെയാണ് ഈ ഒരു വാർത്ത കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്.